ബി പോസിറ്റീവിൽ ഇനി അവർ ഗസ്റ്റ്. ഇന്ന് ബി പോസിറ്റീവിൽ അതിഥിയായി എത്തുന്നത് ഒരു യുവ എഴുത്തുകാരിയും അഭിഭാഷകയും ഒക്കെയായ വ്യക്തിയാണ് ദീപ കെ മേനോൻ. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ദീപ കെ മേനോനാണ് തൃശ്ശൂരിൽ തത്സമയം നമ്മോടൊപ്പം ചേരുന്നത് അതിഥിയായി. ദീപ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ഓക്കെ, ആദ്യം ദീപയെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എന്താണ് ദീപ ചെയ്യുന്നത്? ദീപയുടെ പ്രൊഫൈൽ എന്താണ്? ഞാൻ LLB കഴിഞ്ഞു, MSW, LLB, MSW, HRD, HR ഒക്കെ കഴിഞ്ഞതാണ്. എന്താണ് എഴുത്തിൻ്റെ കാര്യത്തിൽ എഴുത്ത് ഏറെ പാഷനായിട്ടുള്ള ഒരു കാര്യം? എഴുത്ത് പാഷനായി കൊണ്ടു നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. DJ എന്ന പേരിലാണ് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുത്തിൻ്റെ മേഖലയിൽ ദീപ നടത്തിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് എഴുതാൻ തുടങ്ങി. ദീപ എഴുതിയ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയൂ. എന്താണ് അതിലെ പ്രമേയം? ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് നോവലുകൾ അല്ലെങ്കിൽ കൃതികൾ എന്തൊക്കെയാണ്? എന്താണ് അതിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എൻ്റെ ആദ്യത്തെ കഥ അമ്മിണിക്കുട്ടി എന്നുള്ളതാണ്. പിന്നെ ഇന്ദുമതി, പിന്നെ പ്രണയതീരത്തെ പറവകൾ. ആദ്യത്തെ കഥ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എഴുതിക്കണത്. രണ്ടാമത്തെ കഥ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഭാര്യ എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എഴുതിക്കണത്. പിന്നുള്ളത് പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് ഇന്ദുമതി എന്ന കൃതിയിലൂടെ പറയുന്നത്? എന്താണ് ദീപയ്ക്ക് പറയണമെന്ന്, ആളുകളോട് പറയണമെന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? പുരുഷന്മാരെ കുറച്ചെങ്കിലും സ്ത്രീകളെ അറിയണം, അത്രേ ഉള്ളൂ. അല്ല, അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ ചോദിക്കുന്നത്, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നോവലാണല്ലോ, അതിൻ്റെ ഒരു കഥയും ആ കഥാഗതിയും എങ്ങനെയാണത് പ്രേക്ഷകരിലേക്ക്, അനുവാചകരിലേക്ക് ദീപ എത്തിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീ പുരുഷാധിപത്യ സമൂഹത്തിനെ മൊത്തമായിട്ട് എതിർക്കുക, അങ്ങനെ ഒരു സ്ത്രീയുടെ കഥ. അതെന്തോരം ഒരു സ്ത്രീ വളരെയധികം അഹങ്കാരത്തോടു കൂടി നടക്കുന്നൊരു കഥയത്. അതെങ്ങനെ അവരുടെ ഭർത്താവിനെ അവരിന്ന് അകറ്റി എന്നുള്ളത് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അതിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് സമൂഹം ആ കഥ വായിച്ച് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണോ, ഒരു ഉപദേശമാണോ ആ കഥയിലൂടെ ദീപ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നതാണ് എന്നോ, സമൂഹത്തിനൊരു സന്ദേശമായി മാറേണ്ടതാണ് എന്നോ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? എന്താണ് ആ കഥയുടെ ഉപയോഗിച്ചിരിക്കുന്ന രീതി? അതാണ് ചോദിക്കുന്നത്. ഒരു കഥ പറയുന്ന രീതിയിലാണ് അത് എഴുതിക്കുന്നത്. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നൊരു ഭർത്താവ് അങ്ങവരെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പം എല്ലാം പുച്ഛത്തോടെ എടുക്കുന്ന ഒരു ഭാര്യ. അല്ല, അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദന. അല്ല, സ്ത്രീകൾ അങ്ങനെ ആകരുത് എന്നാണോ ആ നോവലിലൂടെ? സ്ത്രീകൾ അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ അമ്മിണിക്കുട്ടി ആദ്യത്തെ കഥ. സ്ത്രീകൾ മൊത്തം അടിമകളൊന്നും ആവരുത്, എന്നാലും കുറച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കണം. ഓക്കെ, എന്താണ് അമ്മിണിക്കുട്ടി എന്ന നോവലിൽ ദീപ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ നോവലിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയാം. സ്ത്രീകളുടെ സഹനശക്തി എന്തോരം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു കഥയാണ് അമ്മിണിക്കുട്ടി. എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ട് അവസാനം എന്താ പറയുക, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്ന ഒരു കഥാപാത്രം. ഓക്കെ, അതിലൂടെ ഈ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ അതിലൂടെ സ്ത്രീകൾക്ക് നൽകുന്ന, സമൂഹത്തിന് നൽകുന്ന സന്ദേശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ദീപ? അമ്മിണിയെ കുട്ടിയെ പോലെ ഒരാളും അത്രയ്ക്കും
ത്യാഗങ്ങൾ സഹിക്കാൻ പാടില്ല. ഓക്കെ, എന്തായാലും പോട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് 3 പുസ്തകങ്ങളോളം ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആരാണ് ഈ പുസ്തകങ്ങളൊക്കെ? ഞങ്ങളുടെ തന്നെ സ്വന്തം പബ്ലിക്കേഷൻ ഉണ്ട്, ഡി ജെ പബ്ലിക്കേഷൻ. തീർച്ചയായും DJ പബ്ലിക്കേഷൻ, ഞാനത് കണ്ടു, DJ പബ്ലിക്കേഷൻ. അപ്പോൾ അത് സ്വന്തമാണ്. അമ്മണിക്കുട്ടി ഇംഗ്ലീഷിലോട്ടും. ഓക്കെ, സ്വന്തമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സാധാരണയായി എഴുത്തുകാർക്ക് വളർന്നു വരുന്ന എഴുത്തുകാർക്ക് വളരെ ഏറെ പ്രയാസകരം ആകുന്നതിൻ്റെ ഒരു കാരണം പബ്ലിഷേഴ്സിനെ കിട്ടില്ല എന്നുള്ളതാണ്. നല്ല പബ്ലിഷേഴ്സിനെ കിട്ടില്ല, സ്വമേധയാ പബ്ലിഷ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല. പക്ഷേ ദീപയ്ക്ക് സ്വന്തമായി പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. 3 കൃതികൾ പബ്ലിഷ് ചെയ്യുന്നു. ഒപ്പം ഒരു കൃതി, അമ്മണിക്കുട്ടി എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷ നടത്തുന്നു. സ്വന്തമായ ഒരു പബ്ലിഷിംഗ് മേഖലയിലേക്ക്, അങ്ങനെ പബ്ലിഷിങ്ങിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? വേറെ പബ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഒരു ഇതുമില്ലാന്ന് മനസ്സിലായി. ഒരു എന്താ പറയുക, നമ്മളെ ഒട്ടും അവർ കൺസിഡർ ചെയ്യില്ലെന്ന് തോന്നി. സ്വന്തമായിട്ടൊരു പ്രൊമോഷൻ കൊടുക്കാൻ. അല്ല, ഈ സ്വന്തമായി പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ഏറെ അനുവാചകരിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ് എന്ന് കരുതിയോ? എങ്ങനെയാണ് സ്വന്തമായൊരു പബ്ലിക്കേഷൻ? ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള പബ്ലിഷേഴ്സ് ഇവിടെ ഉണ്ട്, അവരുടെ പുസ്തകങ്ങളൊക്കെ ആളുകൾ പെട്ടെന്ന് എളുപ്പം വാങ്ങിക്കും. പക്ഷേ സ്വന്തമായി പുതിയ ഒരു സംരംഭം ആരംഭിച്ചുകൊണ്ട് പബ്ലിഷിംഗ് മേഖലയിലേക്ക് കടക്കുമ്പോൾ സ്വന്തം പുസ്തകം അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആശങ്കയുണ്ടാവാം. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടോ ദീപയ്ക്ക്? അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ പുസ്തകം? ഇൻ്റർനെറ്റ് വഴിക്ക് നന്നായി വിറ്റ് പോകുന്നുണ്ട്. പിന്നെ ഫ്ലിപ്കാർട്ട്, ന്യൂസ് ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലൊക്കെ നന്നായി പോകുന്നുണ്ട് ബുക്ക്. അത് ശരി, അങ്ങനെ പോകുന്നു. അപ്പോൾ ഓക്കെ, ഇനി എഴുത്തിൻ്റെ മേഖലയിൽ ഇനി എന്താണ് അടുത്തത്? ആമസോൺ കിൻഡലിലൊക്കെ ഉണ്ട്. ശരി. എഴുത്തിൻ്റെ മേഖലയിൽ ഇനി എന്താണ് ആഗ്രഹം? ഏത് തരത്തിലുള്ള ഇറങ്ങുന്നത്? യക്ഷി എന്നുള്ളൊരു ഒരു കവിതാ സമാഹാരം ഇപ്പം ഇറങ്ങുന്നു. ശരി. ഏതായാലും ബി പോസിറ്റീവിൽ അതിഥിയായി എത്തി ഞങ്ങളോട് ഈ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ദീപയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ദീപ കെ മേനോൻ, യുവ എഴുത്തുകാരിയും അഭിഭാഷകയുമായ ദീപ കെ മേനോനാണ് ബി പോസിറ്റീവിൽ ഇന്ന് അതിഥിയായി എത്തിയത്.